CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് വലിയൊരു കുമ്പസാരം നടത്തിയതായി മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഞാനാണ് പാർട്ടി എന്ന വിചാരം ഇപ്പോൾ പാർട്ടിയിൽ ചില ആളുകൾക്ക് ഗ്രസിച്ചിരിക്കുന്നു എന്നതാണ്. അത് പറയാനുണ്ടായ സാഹചര്യങ്ങൾ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളവർക്കും അറിയാം, മറ്റ് രാഷ്ട്രീയ കക്ഷികൾക്കുള്ളവർക്കും അറിയാം. അതിൻ്റെ ഒരു ചെറിയ പശ്ചാത്തലമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ബഹുമാന്യനായ MT വാസുദേവൻ നായർ നടത്തിയതായ ചില പരാമർശങ്ങൾ. അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി തന്നെ ചില നിരീക്ഷണങ്ങൾ നടത്തി. അദ്ദേഹം 20 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ നിരീക്ഷണമാണെങ്കിലും അതിൻ്റെ കാലിക പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ധൈര്യപൂർവ്വം അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. അധികാരം സർവാധികാരത്തിലേക്ക് വഴിതെളിക്കുമെന്നും അവർ നടന്നു വന്ന വഴികൾ മറന്നുകൊണ്ട് അധികാരത്തിൻ്റെ ഗർവിലും ധാർഷ്ട്യത്തിലും പ്രവർത്തിക്കുന്നത് ഒരിക്കലും രാഷ്ട്രത്തിനും സമൂഹത്തിനും നല്ലതല്ല എന്നും ശക്തമായ ഭാഷയിൽ അദ്ദേഹം ഭരണകർത്താക്കളെ അനുസ്മരിപ്പിച്ചു. അദ്ദേഹം ഇത് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും വേദിയിലുണ്ടായിരുന്നു എന്നതാണ് ഇത് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടാനുണ്ടായ പ്രധാനമായ കാരണം. കഴിഞ്ഞ 7.5 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPMൻ്റെ അധികാര ധാർഷ്ട്യം മൂലം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സംഭവങ്ങളൊക്കെ മാധ്യമങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ ഗർവും അധികാരത്തിൻ്റെ ധാർഷ്ട്യവും ഉപയോഗിച്ചുകൊണ്ട് എതിർ കക്ഷികളുടെ വായടപ്പിക്കുന്നതിനും എതിർ ശബ്ദത്തെ ഇല്ലാതെയാക്കുന്നതിനും ഈ ഭരണ സംവിധാനം ശ്രമിക്കുന്നു എന്ന വലിയ ആക്ഷേപമുണ്ട്. അത് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ല എന്ന് അവരോടൊപ്പം നിൽക്കുന്ന സഖ്യകക്ഷികൾ പോലും പറയാതെ പറയുന്നുണ്ട്, പരോക്ഷമായി അത് സൂചിപ്പിക്കുന്നുമുണ്ട്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായ ജനകീയ പ്രക്ഷോഭങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം, അതുപോലെ ജനകീയ പ്രശ്നങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ പരിസരങ്ങളൊക്കെ നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ പാർട്ടിക്കകത്തു നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇന്ന് ബഹുമാന്യനായ പാർട്ടി സെക്രട്ടറി ശ്രീ ME ഗോവിന്ദൻ ഒരാൾ വിചാരിച്ചാൽ ഉണ്ടാകുന്ന പാർട്ടിയല്ല മാർക്സിസ്റ്റ് പാർട്ടി, ഒരാളാണ് പാർട്ടി എന്നൊക്കെ കരുതുന്നത് ശരിയല്ല, പാർട്ടിക്കകത്തെ വിഗ്രഹവൽക്കരണവും ബിംബവൽക്കരണവും അതുപോലെ വാഴ്ത്തുപാട്ടുമൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് യോജിച്ചതല്ല എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഇന്ന് ഒരു കുമ്പസാരം നടത്തിയിരിക്കുകയാണ്. ഇത് എത്ര കണ്ട് പാർട്ടിക്ക് സ്വീകാര്യമായിരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. പാർട്ടികളിലെ അണികൾ ഇത് എത്ര ഗൗരവത്തോടെ എടുക്കുമെന്നുള്ളതും കാണേണ്ടതായിട്ടുണ്ട്. ഇതിനകത്ത് വളരെ കൗതുകകരമായ മറ്റൊന്ന് ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി നടത്തിയതായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. അതായത് ആർത്തി പൂണ്ട ഒരു സമൂഹമാണ് ചുറ്റുവട്ടത്തുള്ളത്, അതുകൊണ്ട് കിട്ടിയതിൽ സംതൃപ്തരാകാതെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവണത സമൂഹത്തിലുണ്ട് എന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതിനകത്തെ വൈരുദ്ധ്യം പറയുമ്പോൾ ആളുകൾക്ക് യഥാർത്ഥത്തിൽ ചിരിയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 7 വർഷത്തെ ഭരണത്തിന് കീഴിൽ ഉണ്ടായതായ ധൂർത്തും ആർഭാടവുമെല്ലാം ഇന്നും തുടരുകയാണ്. സംസ്ഥാനത്തിൻ്റെ ഖജനാവ് കാലിയായി കിടക്കുന്നു. ജോലി ചെയ്ത ആളുകൾക്ക് കൂലി കൊടുക്കാതെ
റോഡ് പണി ചെയ്തവർക്ക് കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ പാസ്സാക്കാതെ KSRTC പോലെയുള്ള സ്ഥാപനങ്ങളിൽ കൃത്യമായി ശമ്പളം കൊടുക്കാതെ അർഹരായിട്ടുള്ള പെൻഷൻ കുടിശ്ശിക പെൻഷൻകാർക്ക് പോലും കൊടുക്കാതെ ക്ഷാമബത്തയും അതുപോലെയുള്ള ആനുകൂല്യങ്ങളും കൊടുക്കാതെ ഗുരുതരമായ ധനപ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സംസ്ഥാനത്ത് അദ്ദേഹം നടത്തുന്നതായിട്ടുള്ള ധൂർത്തും ആഡംബരവും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഓരോ ദിവസവും നടത്തുന്ന ധൂർത്തൊക്കെ വരുമ്പോഴുള്ള വൈരുദ്ധ്യം വളരെ രസകരമായി ആളുകൾക്ക് തോന്നുകയാണ്. അദ്ദേഹം തന്നെ പറയുന്നു, ആർത്തി പൂണ്ടവരാണ് ഈ സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്നതെന്ന്. സാന്ദർഭികമായി ഇപ്പോൾ അദ്ദേഹവും ചെന്നുപെട്ടിരിക്കുന്ന ഏടാകൂടം CMRലും അദ്ദേഹത്തിൻ്റെ മകൾ വീണയും ചേർന്നുള്ള ഉടമ്പടിയിലെ കരാറുകൾ സംബന്ധിച്ചുള്ള ക്രമക്കേടുകളാണ്. ശ്രീമതി വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയും ഒരു സ്വകാര്യ കരിമണൽ വ്യവസായിയായ കർത്ത നടത്തുന്ന CMRL എന്ന കമ്പനിയും തമ്മിലുണ്ടാക്കിയ സാമ്പത്തിക ഉടമ്പടിയിൽ വ്യാപകമായ ക്രമക്കേടുകളുണ്ട് എന്ന് ആദായ നികുതിയുടെ ബോർഡുകളും അതുപോലെ കമ്പനി രജിസ്ട്രാറുമൊക്കെ കണ്ടെത്തി ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ പോലും ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന ഒറ്റ കാരണത്താലാണ് യാതൊരു സേവനവും ലഭിക്കാതെ 1.72 കോടി രൂപ CMRL എന്ന് പറയുന്ന കമ്പനി എക്സാലോജിക് എന്ന് പറയുന്ന ശ്രീമതി വീണ വിജയൻ്റെ കടലാസ് കമ്പനിക്ക് കൊടുത്തത് എന്നതും പുറത്തു വന്നിരിക്കുകയാണ്. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി അടച്ചു പൂട്ടിക്കഴിഞ്ഞു. സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു കമ്പനി ആയിരുന്നെങ്കിൽ ഇത്ര വേഗം അത് അടച്ചു പൂട്ടുകയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ നടപടികളൊന്നും സുതാര്യമായിരുന്നില്ല. ഒരു സാധാരണ സ്വയം സ്വാശ്രയ കോളേജിൽ നിന്ന് BTech പാസ്സായി യാതൊരു ബിസിനസ് പാരമ്പര്യവുമില്ലാതെ ഒരു സ്ഥാപനം തുടങ്ങിയ ബഹുമാനിയായ വീണ വിജയന് ഈ സമ്പത്തിനെക്കുറിച്ചുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടാണോ ഈ ഒരു വലിയ സാഹസത്തിന് പുറപ്പെട്ടത് എന്ന് ബഹുമാന്യായ മുഖ്യമന്ത്രിക്ക് ഒരുപക്ഷെ പറയേണ്ടതായി വന്നേക്കും വരും ദിവസങ്ങളിൽ. അതിനിടയിലാണ് അദ്ദേഹം ഈ ആർത്തിയെക്കുറിച്ചും മറ്റുമൊക്കെ വാഗ്ധോരണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ വൈരുദ്ധ്യവും പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് നന്നായി ബോധ്യമുണ്ട്. ഏതായാലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ ദിവസവും കടുത്ത വിവാദത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട്. മുൻ നേതാക്കളായ ശ്രീമാൻ G. സുധാകരനെ പോലെയുള്ള ആളുകൾ പരോക്ഷമായി പല സൂചനകളും നൽകുന്നു. ഒരു മുൻ ധനകാര്യമന്ത്രിയായ ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ EDയുടെ മുൻപിൽ വിചാരണ നേരിടുവാനുള്ള പരിസരത്ത് നിൽക്കുകയാണ്. അതുപോലെ പലതരത്തിലുള്ള അന്വേഷണങ്ങളും ഇപ്പോൾ ഗൗരവം പ്രാപിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു സ്വയവിമർശനത്തിന് തുടങ്ങിയത് തുടരുമെന്നുണ്ടെങ്കിൽ ശ്രീ M.E. ഗോവിന്ദൻ്റെ ഇന്നത്തെ പ്രസ്താവന അവരുടെ ഒരു ആത്മവിമർശനമായി കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ മുൻകാല ചരിത്രം നോക്കുമ്പോൾ ഇതൊക്കെ വെറും വാചകമടിയായി മാത്രം തീരുമോ എന്ന് പൊതുസമൂഹത്തിന് സംശയമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും അധികാരത്തിൻ്റെ ഗർവും അഹങ്കാരവും ധാർഷ്ട്യവും ധൂർത്തുമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയും 42 അകമ്പടി വാഹനങ്ങളുടെ ഓടി സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതിയില്ല. ജനങ്ങളുടെ മുൻപിൽ ഇറങ്ങി നടക്കാൻ ധൈര്യമില്ലാത്ത ഒരു ഭരണാധികാരിയെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം. അതിനായി ചെലവഴിക്കുന്ന പണവും അതിൻ്റെ ധാർഷ്ട്യവും അതിൻ്റെ അഹങ്കാരവുമൊക്കെ പൊതുസമൂഹം കുറേ നാളുകളായി ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ധൈര്യം വേണ്ടത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം അകമ്പടിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത സമൂഹത്തിൻ്റെ മുൻപിൽ ഇറങ്ങി നടക്കാനുള്ള ആർജവം കാട്ടണം. അല്ലാതെ കുറുവടിയും കൊടുത്ത് ചില ആളുകളെ അകമ്പടിക്കാരായി കൊണ്ടു നടന്ന് വഴിയിൽ പ്രതിഷേധിക്കുന്ന ആളുകളെ കരിങ്കൊടി കാണിക്കുന്ന ആളുകളുടെ തലയടിച്ചു പൊട്ടിക്കുക എന്ന് പറയുന്നതൊന്നും
ഒരു ജനാധിപത്യ സംവിധാനത്തിന് യോജിച്ചതല്ല. അതൊരു ഫാഷിസ്റ്റ് രീതിയാണ്. ഒരിക്കലും അത് ഒരു സമൂഹവും അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഇദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ ഇടതുപക്ഷ നേതാക്കന്മാരാരും തന്നെ, മുഖ്യമന്ത്രിമാരായിരുന്നവർ പോലും ഇതുപോലെയുള്ള ഒരു ക്രൂരമായ മനസ്സിൻ്റെ ഉടമകളായിരുന്നില്ല. ബഹുമാന്യനായ അച്യുതാനന്ദനാകട്ടെ, EK നായനാരാകട്ടെ, EMS ആകട്ടെ, അങ്ങനെയുള്ള ആരും തന്നെ ഇത്തരം നിർദ്ദയമായ രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോൾ ഞാൻ കണ്ടില്ല, അറിഞ്ഞില്ല, അതൊക്കെ വധശ്രമമാണ്, കരിങ്കൊടി കാണിക്കുന്നത് എന്നൊക്കെ വിവക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് സേനയെ പോലും രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്ന ഒരു രീതി അധിക നാളുകൾ ജനം സ്വീകരിക്കുകയില്ല. അതിനെ സംബന്ധിച്ച് പൊതുസമൂഹം ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും പ്രതികരിക്കുക തന്നെ ചെയ്യും. ഏതായാലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആത്മാർത്ഥതയുള്ള ആളാണെങ്കിൽ അദ്ദേഹം ഒരു സ്വയവിമർശനത്തിന് തയ്യാറാകണം. അദ്ദേഹത്തിൻ്റെ അണികളോട് സ്വയവിമർശനത്തിന് തയ്യാറാകാൻ നിർബന്ധിക്കണം. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള നേതാക്കന്മാർ, മന്ത്രിമാർ എല്ലാവരും ഒരു സ്വയവിമർശനത്തിന് തയ്യാറാകണം. ആർഭാടവും ധൂർത്തും ഈ സർക്കാർ നികുതിദായകൻ്റെ പണത്തിൻ്റെ ദുർവിനിയോഗവും കേരളീയവും ജനസദസ്സും എന്നുള്ള പേരിലൊക്കെ ഉള്ള ഈ പറഞ്ഞ പൊറാട്ട് നാടകങ്ങളുമൊക്കെ അവസാനിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും ശക്തമായി പൊതുസമൂഹം പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ശ്രീ ME ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം സാർത്ഥകമാക്കുവാൻ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വരും നാളുകളിൽ ജനം പ്രതീക്ഷയോടുകൂടെ നോക്കിയിരിക്കുകയാണ്. ഒളിച്ചോടാനാണ് ശ്രമമെങ്കിൽ അത് കൂടുതൽ അദ്ദേഹത്തെ അപഹാസ്യനാക്കുകയുള്ളൂ എന്നതും ഒരു യഥാർത്ഥ സത്യമാണ്.